എല്ലാ പ്രേക്ഷകർക്കും മെട്രോ ന്യൂസ് ചാനലിന്റെ ഞാൻ സ്ഥാനാർത്ഥി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നാടും നഗരവും എല്ലാം തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. ഇനി ദിവസങ്ങൾ മാത്രം, ഈ ഒരു കാത്തിരിപ്പിന് വേണ്ടിയിട്ടുള്ള ദിവസങ്ങളാണ് ഇനിയുള്ളത്. നമ്മളോടൊപ്പം ഞാൻ സ്ഥാനാർത്ഥി എന്ന പ്രോഗ്രാമിലുള്ളത് അനുരാഗ് MP ആണ്. രായമംഗലം പഞ്ചായത്തിലെ 9ാം വാർഡിലെ കീഴളം വെസ്റ്റിലാണ് അദ്ദേഹം മത്സരിക്കുന്നത് LDF സ്ഥാനാർത്ഥിയായിട്ട്. അനുരാഗേട്ടന് മെട്രോ ന്യൂസ് ചാനലിൽ ഞാൻ സ്ഥാനാർത്ഥി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. ഇപ്പം ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങളും അവാർഡുകളും ഒക്കെ കിട്ടിയ ഒരു നിലവിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് രായമംഗലം പഞ്ചായത്ത്. അതെ അതെ. അപ്പം അതിൽ രായമംഗലം പഞ്ചായത്തിലെ 9ാം വാർഡിൽ കീഴളം വെസ്റ്റിലാണ് മത്സരിക്കുന്നത്. അപ്പം ഈ വാർഡിൽ എങ്ങനെയാണ്, പ്രതീക്ഷയുണ്ടോ, വിജയപ്രതീക്ഷ? ഈ വാർഡിൽ 100% പ്രതീക്ഷയിൽ തന്നെയാണ് നീങ്ങുന്നത്. കാരണം ഈ തുടർഭരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മുടെ വാർഡിലെ മറ്റ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ കഴിഞ്ഞ 5 വർഷവും അതിനു മുന്നത്തെ 5 വർഷവും അങ്ങനെ ടോട്ടൽ 10 വർഷം ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണമാണ് രായമംഗലത്ത് നടത്തി പോന്നിരുന്നത്. അതിൽ ഈ അവസാന വർഷങ്ങൾ പുരസ്കാരങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു രായമംഗലം പഞ്ചായത്തിലേക്ക് എത്തിച്ചേർന്നത്. തീർച്ചയായിട്ടും ആ പഞ്ചായത്തിൻ്റെ പ്രവർത്തനം, അജയകുമാർ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ആ പ്രവർത്തനം ജനം വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യം ഉള്ളതുകൊണ്ടും തികച്ചും ഞങ്ങളുടെ എല്ലാവരിലും, അതായത് 22 വാർഡിലും വിജയപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ നീങ്ങുന്നത്. പിന്നെ അജയകുമാർ സാറ് തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് ഈ പഞ്ചായത്തിലേക്ക് ബന്ധപ്പെട്ട് ഈ പഞ്ചായത്തും അശ്വന്നൂർ പഞ്ചായത്തും വേങ്ങൂർ പഞ്ചായത്തുമാണ് സാറ് മത്സരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള പുല്ലുവഴി ഡിവിഷനിൽ നിന്ന് സാറും മത്സരിക്കുകയും, അതുപോലെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഈ വാർഡ് ഉൾപ്പെട്ട 7 വാർഡുകൾ ചേർന്ന ആ ബ്ലോക്ക് കൂപ്പടി ബ്ലോക്കിൻ്റെ കീഴളം ഡിവിഷനിലേക്ക് PT ജ്യോതിഷ് കുമാർ, അദ്ദേഹവും ഇതിന് മുമ്പത്തെ ഭരണസമിതിയിൽ, അതായത് ഈ കഴിഞ്ഞ 5 അതിന് മുമ്പത്തെ ഭരണസമിതിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. അപ്പോൾ ഇവരെല്ലാം ഉൾപ്പെട്ട ഒരു ടീമിൻ്റെ ഒപ്പം ഞാനും സഞ്ചരിക്കുന്നു. തീർച്ചയായിട്ടും ആ സഞ്ചാരം എനിക്ക് വിജയത്തിലേക്ക് എത്തുവാനും ഞങ്ങളെല്ലാവരും വിജയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുവാനും സാധിക്കും. ഈ ഭരണസമിതിയുടെ തന്നെ ഒരു തുടർച്ചയാണ് ആഗ്രഹിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഈ ഭരണസമിതിയുടെ തുടർച്ചയാണ് നമുക്ക് വേണ്ടതും. കാരണം ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുകയും ഇനിയും അങ്ങോട്ട് ചെയ്യുവാനുള്ള ഒട്ടേറെ കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തണമെങ്കിൽ ഈ ഭരണസമിതിയുടെ തുടർച്ച വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആ ഒരു എല്ലാവരുടെയും പ്രചോദനം തന്നെ മുൻ ഭരണസമിതികളുടെ കഴിഞ്ഞ 5-10 വർഷക്കാലത്തെ ഭരണസമിതികളുടെ ആ പ്രവർത്തനത്തിൻ്റെ മികവ് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ വോട്ട് ചോദിക്കുന്നതും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നു. പെരുമ്പാവൂർ മേഖല കേന്ദ്രീകരിച്ചാണെങ്കിലും ഒട്ടേറെ പ്രവർത്തനങ്ങൾ, പൊതുപ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സംഘാടക സമിതിയിൽ എല്ലാം വളരെ നേതൃസ്ഥാനത്ത് നിന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് അനുരാഗേട്ടൻ. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു മത്സര രംഗത്തേക്ക് വരുവാനുള്ള ആ ഒരു ആത്മവിശ്വാസമൊക്കെ? തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സ്ഥാനാർത്ഥിയായി എന്നെ പരിഗണിക്കാനുള്ള ഒരു കാരണം തന്നെ ഈ സംഘാടനത്തിൻ്റെ ഒരു രീതി കണ്ടിട്ട് തന്നെയാണ്. അതുമാത്രമല്ല, 2018 പ്രളയം, 2020 കോവിഡ്, ഈ സമയത്തെല്ലാം നമ്മുടെ കൂടെയുള്ള പൊതുസമൂഹത്തെ ചേർത്ത് പിടിച്ചുള്ള പ്രവർത്തനം എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങളുടെ എത്തിച്ചേരുന്നതും, അത് മുകളിലത്തെ തട്ട് മുതൽ താഴത്തെ തട്ട് വരെയുള്ള ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രവർത്തനം നമുക്ക് സാധിച്ചിരുന്നു. ഇപ്പോൾ പ്രളയത്തെ പറ്റി പറയുകയാണെങ്കിൽ, പ്രളയകാലത്ത് പൊതിച്ചോറ് സംഘടിപ്പിച്ച് അത് എത്തിക്കേണ്ട ഇടത്ത്, അതായത് എനിക്ക് തോന്നുന്നു ആലുവ കടുങ്ങല്ലൂർ വരെയുള്ള പ്രദേശങ്ങളിൽ നമ്മൾ എത്തിക്കുകയുണ്ടായി. അതെല്ലാം ഇവിടെ നിന്ന് സംഘടിപ്പിച്ച്, ഈ നാട്ടുകാരിൽ നിന്ന് സംഘടിപ്പിച്ചാണ് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഉൾപ്പെട്ട ടീം. അതുപോലെ തന്നെ കോവിഡിൻ്റെ സമയത്താണെങ്കിൽ ഈ വാക്സിൻ്റെ ലഭ്യതക്കുറവായിരുന്നു നമ്മളെല്ലാവരും അന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഏകദേശം 1600ഓളം പേർക്ക്
വാക്സിൻ കൊടുക്കുവാനുള്ള അല്ലെങ്കിൽ അത് എത്തിക്കുവാനുള്ള അവർക്കത് സ്വീകരിക്കാനുള്ള അവസരം ഒരുക്കുവാനും നമ്മളന്ന് പ്രവർത്തിക്കുന്ന സംഘടനകളിൽ നിന്ന് തന്നെ സാധിക്കുകയുണ്ടായി. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ കോവിഡിൻ്റെ സമയത്ത് കോവിഡ് രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിക്കുക, അവർക്ക് വേണ്ട പരിചരണങ്ങൾക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുക, അതുപോലെ തന്നെ സെൻറ്ററുകൾ ആ സെൻറ്ററുമായി ചേർന്ന് പ്രവർത്തിക്കുക. അങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ കാലയളവിലെല്ലാം സാധിച്ചിട്ടുണ്ട്. അതെല്ലാമാണ് ഇന്നിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് മത്സരിക്കുവാനായിട്ട് അവരെ തിരഞ്ഞെടുക്കുവാനുള്ളൊരു കാരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഏതൊരു സമയത്തും നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു താല്പര്യം, ആ താല്പര്യം തന്നെയാണ് ജനങ്ങളിലേക്ക് ഇപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഇറങ്ങിച്ചെല്ലുവാനും സാധിച്ചത്. ഇവിടെ ഞാൻ റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിരുന്നു 2012-13 കാലഘട്ടത്തിൽ. പിന്നീട് അങ്ങോട്ട് പൊതുപ്രവർത്തന രംഗം മാറി മാറി വന്നുകൊണ്ടിരുന്നു. എന്തായാലും ആ സമയത്തെല്ലാം 100% ആത്മാർത്ഥ പുലർത്തിയുള്ള ഒരു പ്രവർത്തനത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതെല്ലാം ഇതിൻ്റെ ഒരു ഘടകമായി മാറിയെന്ന് പറഞ്ഞു. വിജയിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാർഡിലേക്ക് എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹം? ഒട്ടേറെ കാര്യങ്ങൾ മനസ്സിലും, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഭവന സന്ദർശനങ്ങൾ, വീട് ഒട്ടുമായി ബന്ധപ്പെട്ട് വീടുകൾ കയറുകയും ചെയ്തപ്പോൾ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു 3 റൗണ്ട് ഞാൻ വീട് കയറി കഴിഞ്ഞപ്പോൾ ഏകദേശം 23 പരാതികൾ ഞാൻ എൻ്റെ ഡയറിയിൽ കുറിച്ചു വച്ചിട്ടുണ്ട്. പല പരാതികളല്ല, പകരം ചില വ്യക്തികൾ ഇന്ന സ്ഥലത്ത് ഇന്നത് ചെയ്താൽ നന്നായിരുന്നു, അതല്ലെങ്കിൽ 1-2 ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ മീൻസ് അവരുടെ ഒരു ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു. പിന്നെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് 1-2 ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അങ്ങനെ ഏകദേശം 23ഓളം ആവശ്യങ്ങൾ നമ്മുടെ മുന്നിൽ ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. അത് ആവശ്യമായി പറഞ്ഞതിൻ്റെ അവർ നമ്മളിൽ കാണുന്ന ഒരു വിശ്വാസമാണെന്നാണ് ഞാൻ ധരിക്കുന്നത്. കാരണം ആ വിശ്വാസം അവർക്ക് പൂർത്തീകരിച്ച് കിട്ടും എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ടാണല്ലോ നമ്മളോട് പറയുന്നത്. അപ്പം അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാര്യങ്ങളെന്ന് പറയുമ്പോൾ, ഈ ജലസ്രോതസ്സുകൾ കുറച്ചൊക്കെ മലീമസമായി പോയിട്ടുണ്ട്, അതിനെ തിരിച്ചു പിടിക്കുക, റോഡുകൾ നവീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ 9-ാം വാർഡിൽ ഒരു BMBC നിലവാരത്തിലുള്ള റോഡില്ല. കാരണം അല്ലാത്ത രീതിയിൽ റോഡുകൾ ചെയ്ത് വരുന്നേ ഉണ്ടായുള്ളൂ. കാരണം എന്നാൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ റോഡും തന്നെ ടാർ ചെയ്ത് തീർക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഭരണ തുടർച്ച കിട്ടുമ്പോൾ ഒരു BMBC നിലവാരത്തിൽ ഒരു കണക്റ്റഡ് റോഡ് എൻ്റെ ഒരു അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്. പിന്നെ അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില കുടുംബങ്ങളിലേക്ക് വഴികളില്ല. അപ്പോൾ ആ വഴികളുണ്ട്, പക്ഷേ ആ വഴികളൊന്നും ഉപയോഗിക്കുമ്പോൾ, അതായത് മഴക്കാലം എല്ലാം ആകുമ്പോൾ ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള വഴികളാണ്. അപ്പോൾ അതെല്ലാം കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തോ കട്ട വിരിച്ചോ എങ്ങനെയെങ്കിലും അവരെ സഹായിക്കുക. പിന്നെ ഈ ജലസ്രോതസ്സുകൾ നന്നായിട്ട് തന്നെ പരിരക്ഷിച്ചു പോരുക. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അംഗൻവാടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന അംഗൻവാടി പ്രവർത്തനം വളരെ മികവുറ്റ പ്രവർത്തനമാണ്. പക്ഷേ അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ കുറച്ചുകൂടി കൂട്ടി ഹൈടെക് ആക്കണം എന്നുള്ളൊരു താല്പര്യം നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ വാർഡിലുള്ള പെരിഞ്ചിറ ഒരു വലിയൊരു ജലസ്രോതസ്സാണ്. അതിലൂടെ കുടിവെള്ള പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കൃഷിക്കുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ ചുറ്റുപാടും കുറച്ചുകൂടി അത് ഭംഗിയാക്കി ഒരു വാക്ക് വേ ഉൾപ്പെടെ ഒരു ചെറിയ ഹാപ്പിനെസ് പാർക്ക് ഉൾപ്പെടെ, ഇപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് തന്നെ രായമംഗലം പഞ്ചായത്തിൽ തായ്ക്കരച്ചിറയിൽ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു കാര്യം അവിടെ കൂടി ചെയ്താൽ അതിൻ്റെ തൊട്ടടുക്കാണ് ഈ അംഗൻവാടി. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഒരേ ഭാഗത്തിൽ കിട്ടുമ്പോൾ കൂടുതൽ പുരോഗമന പ്രവർത്തനങ്ങൾ അവിടെ സംഘടിപ്പിക്കുവാനും അതിലൂടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അതിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കുക എന്നൊരു ആഗ്രഹം കൂടിയുണ്ട്. പിന്നെ ശാപ്പുംപടി, അതായത് നവജീവൻ കവലയിൽ നിന്ന് ഒരു തോട്, ഒരു വലിയൊരു തോടാണത്, മുക്കോട്ട് തോട്, ആ പാടത്തിനടുക്കെയുള്ള തോട്. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതിൻ്റെ വെള്ളത്തിൻ്റെ നീരൊഴുക്ക് തടയപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു. അതെല്ലാം ഇപ്പോഴത്തെ മെമ്പറായ സുബിൻ ഉൾപ്പെട്ട മുൻ മെമ്പറായ ശോഭന ചേച്ചി, അതുപോലെ തന്നെ PT ജ്യോതിഷ് കുമാർ ഉൾപ്പെട്ട ഒരു ടീമിൻ്റെ പ്രവർത്തനം കൊണ്ട് അത് നമുക്ക് ഇപ്പോൾ ശുദ്ധീകരിച്ചുകൊണ്ട് അത് നന്നാക്കിക്കൊണ്ട് ആ ജലത്തിൻ്റെ നീരൊഴുക്ക് കൂട്ടുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എവിടെയെല്ലാമാണോ നമ്മുടെ പ്രവർത്തനങ്ങൾ വേണ്ടത് അത്
ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ 9-ാം വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൊതുവെ ശാന്തമായ ഒരു വാർഡാണ്. പൊതുവെ ശാന്തം എന്ന് പറഞ്ഞാൽ വളരെ ശാന്തമായി തന്നെ പോകുന്നൊരു വാർഡാണ്. ഞങ്ങൾക്ക് ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ വിൽപ്പന കേന്ദ്രങ്ങളോ അങ്ങനത്തെ ഒരു നമ്മുടെ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ യാതൊരു കാര്യങ്ങളും ഇല്ല. അതെല്ലാം നമുക്കൊരു പോസിറ്റീവാണ്. കാരണം നമുക്ക് നമ്മുടെ സമയം കൂടുതൽ മറ്റുള്ള പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കാനും സാധിക്കും. പിന്നെ കീഴത്തെ അമ്പലത്തിൻ്റെ, അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അമ്പലമാണ്. ആ അമ്പലത്തിൽ ഇടത്താവളമുണ്ട്. അപ്പോൾ ഇടത്താവളവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അയ്യപ്പ ഭക്തർ എത്തിച്ചേരുന്നുണ്ട്. അവിടെ ദേവസ്വം ബോർഡുമായി ചേർന്നു, ഉപദേശക സമിതിയുമായി ചേർന്നു. ഉപദേശക സമിതിയിലെല്ലാം എൻ്റെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സുഹൃത്തുക്കളാണ് ഇപ്പോൾ അതിൻ്റെ ഭരണ സംവിധാനത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അവരെല്ലാവരും കൂടിയായിട്ട് ആലോചിച്ച് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അവിടെയും വികസന പ്രവർത്തനത്തിൻ്റെ അതിവേഗ വികസനം വേണ്ട സ്ഥലങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ചെയ്തുകൊണ്ട്, കാരണം ഈ ഒരുപാട് അയ്യപ്പ ഭക്തന്മാരെത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ സാഹചര്യത്തിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അവർക്ക് ആവശ്യമുള്ള ടോയ്ലറ്റുകളില്ല, അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളെയൊക്കെ എങ്ങനെ ഒഴിവാക്കാമെന്ന് നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എൻ്റെ അനിയന്മാർക്കൊക്കെ ആയിട്ട് ഒരു കളിസ്ഥലം, പൊതുവായ ഒരു കളിസ്ഥലം വേണമെന്നൊരാഗ്രഹമുണ്ട്. അതിനും ഒരിടം കണ്ടെത്തണമെന്ന രീതിയിലാണ് നീങ്ങുന്നത്. അപ്പോൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളോ കാര്യങ്ങളോ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഈ പൊതുപ്രവർത്തനവും ഇപ്പോഴത്തെ ഈ വാർഡിലേക്കുള്ള മത്സരവും തമ്മിൽ ബന്ധിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പൊതുപ്രവർത്തനം ചെയ്യാൻ സാധിക്കും. അത് നമ്മുടെ ഒരു ഡെഡിക്കേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ സർക്കാരിൻ്റെ ഒരു ഭാഗമായി നിന്നാലാണ് അതിൻ്റെ മിക്ക കാര്യങ്ങളിലും നമുക്കൊരു പൂർത്തീകരണത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. കാരണം സർക്കാരുമായി ബന്ധപ്പെടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഈ മെമ്പർ ആയിട്ടോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഒരു ഭാഗമായിട്ടോ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലുള്ള ആ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലേക്ക് ചെയ്യേണ്ട വികസനവും നമുക്ക് തീർച്ചയായിട്ടും ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി അത് പൂർത്തീകരിച്ച് വിജയിപ്പിക്കാൻ സാധിക്കുമെന്ന വിശ്വാസമാണ് ഈ രംഗത്തേക്ക് ഇറങ്ങുവാനും. തീർച്ചയായിട്ടും അതിൽ വിജയം സുനിശ്ചിതമായി തന്നെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങും എന്നാണ് വിശ്വാസം. അതിനുള്ളൊരു ടീം തന്നെ ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ആ ടീമിൻ്റെ വർക്കും എല്ലാം കൂടി ആകുമ്പോൾ, അതുപോലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരെല്ലാവരും കൂടെയുണ്ട്. അപ്പോൾ ആ വിശ്വാസം തന്നെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ, തീർച്ചയായിട്ടും അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ വളയഞ്ചിറങ്ങര LP സ്കൂളിൻ്റെ PTA ബന്ധപ്പെട്ടാണ് കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ആ പ്രവർത്തനത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കുട്ടികളെ കൂടുതലായി ആകർഷിക്കുന്ന പരിപാടികളും അതുപോലെ തന്നെ അവിടുത്തെ ഭൗതിക സാഹചര്യ വികസനത്തിലും എല്ലാം പ്രവർത്തിച്ച് എന്നോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ, PTA എന്ന് പറഞ്ഞാൽ അതൊരു ടീം വർക്കായിരുന്നു. ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി സംസ്ഥാന സർക്കാരിൻ്റെ ബെസ്റ്റ് PTA അവാർഡ് വരെ വാങ്ങിച്ച ഒരു PTA ഭാഗമാകുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളയഞ്ചിറങ്ങര വായനശാലയിലും കുറേ നാൾ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഈ മോട്ടിവേഷണൽ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക, അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഇപ്പോൾ നമുക്കറിയാം വിദേശ പഠനം കൂടുതലായി ജനങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ കുട്ടികൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവരാ പോകുന്ന വഴിയിൽ അവരെ കാത്തിരിക്കുന്ന ചതിക്കുഴികൾ, അവർക്കുള്ള ആഗ്രഹങ്ങൾ അത് എത്തിപ്പെടാൻ സാധിക്കാത്ത വിധത്തിൽ അവരെ ചില ഏജൻസികൾ മുഖേന എല്ലാം അവർ ആ ചതിക്കുഴിയിൽ പെട്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിനെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ മുന്നേറാമെന്ന് തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട വിദഗ്ധരെ കൊണ്ട് ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നൊരു പ്രവർത്തനം കൂടി ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. അതിലെല്ലാം ഒരു പരിധിവരെ നമുക്ക് വിജയം കാണുവാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികളോടൊപ്പമുള്ള പ്രവർത്തനമാണ് എനിക്ക് എന്നും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള പ്രവർത്തനം. കാരണം അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രോഗ്രസ് അത് പിന്നീടും അവരുടെ ഒരു സ്നേഹമായിട്ട് നമ്മുടെ മുമ്പിലുണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങളിലും വളരെ ഭംഗിയായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വാർഡുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ വാർഡുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ വാർഡ് മെമ്പർ ആകുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ അതിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും അത്തരം ക്ലാസ്സുകൾക്ക് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ക്ലാസ്സുകൾ വാർഡുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ഒട്ടനവധി ഈ മോട്ടിവേഷണൽ ട്രെയിനേഴ്സ്, അതുപോലെ തന്നെ ഡോക്ടർ മുരളി തുമ്മാരൂടി അടക്കമുള്ള ഒരു സുഹൃത്ത് വലയം, അപ്പോൾ ഇതെല്ലാം നമ്മുടെ വാർഡിലേക്കും എത്തിച്ച് വാർഡിലെ എല്ലാ
കുട്ടികൾക്കും അതിനുള്ള അവസരങ്ങൾ ഒരുക്കിക്കൊണ്ട് അവരിൽ നിന്ന് ആ അറിവ് ലഭിക്കുന്നതിനുള്ള അവസരം ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നും കഴിയുമെങ്കിൽ ഒരു വർഷം ഇത്ര ക്ലാസ്സുകൾ എന്ന രീതിയിൽ തന്നെ ക്ലാസ്സുകൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകണമെന്നും വിചാരിക്കുന്നു. പിന്നെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മുടെ വാർഡിലെ കുടുംബശ്രീകളെ ഏകോപിപ്പിച്ചുകൊണ്ട് സാധിക്കുമെങ്കിൽ ഒരു സംരംഭം തുടങ്ങിപ്പിക്കണം എന്ന ഒരു ആഗ്രഹം കൂടിയുണ്ട്. അപ്പോൾ കുടുംബശ്രീയുടെ പ്രവർത്തനം കൂടുതൽ ചടുലമായ പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. അപ്പോൾ സംരംഭങ്ങൾ എപ്പോഴും നമ്മുടെ നാട്ടിൽ നല്ലതാണ്. ആ സംരംഭങ്ങൾ ഏത് രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും, ഈ കുടുംബശ്രീകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്നിലധികമോ കുടുംബശ്രീകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ സംരംഭങ്ങൾ തുടങ്ങുവാൻ സാധിച്ചാൽ അതും അതിൻ്റെ ഒരു വിജയമായി തന്നെയാണ് കരുതുന്നത്. പിന്നെ തൊഴിലുറപ്പ് മേഖലയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ തൊഴിലുറപ്പ് മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരെ ഉപയോഗിച്ചുകൊണ്ട് നാടിൻ്റെ ഒരു വികസനത്തിൻ്റെ പ്രവർത്തനങ്ങൾ പരമാവധി ചെയ്യണമെന്നൊരാഗ്രഹമാണ് ഉള്ളത്. അപ്പോൾ ആ രീതിയിലും അവർക്ക് തൊഴിൽ ലഭിക്കുകയും ആ തൊഴിലിടങ്ങൾ ഗ്രാമത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാൻ പറ്റിയാൽ അത് തീർച്ചയായിട്ടും ഒരു വിജയമായിട്ട് തന്നെയാണ് കാണുന്നത്. അങ്ങനെ സമഗ്ര മേഖലയിലും ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനം അതുതന്നെയാണ് 9-ാം വാർഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതും. അത് പറയുമ്പോൾ തന്നെ ഒരു തുടർ പ്രവർത്തനമാണ്. കാരണം കഴിഞ്ഞ ടൈമിലെല്ലാം പ്രവർത്തിച്ചു വന്ന മെമ്പർമാർ അവരെല്ലാം വിജയത്തിൻ്റെ വെന്നിക്കൊടി കാട്ടിയവരാണ്. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളുടെ ഒരു തുടർ പ്രവർത്തനങ്ങളാണ് തീർച്ചയായിട്ടും ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കുടുംബങ്ങളിലെല്ലാം 60 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങളുള്ള കുടുംബങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അവരുടെ കുടുംബത്തിൽ നിന്ന് ഒന്ന് മാറിയിരുന്ന് സംസാരിക്കുവാനും ഒന്ന് ഒത്തുചേരുവാനുമുള്ള ഒരിടങ്ങൾ, അതിനായി ഞാൻ എൻ്റെ ഒരു താല്പര്യം കണ്ടത്, ഈ വാർഡുമായി ബന്ധപ്പെട്ട് 2 കനാലുകളുണ്ട്. ആ കനാലുകളിലെ തീരങ്ങൾ, അത് പെരിയാർ വാലിയുമായി ബന്ധപ്പെട്ടാലാണ് ആ പ്രോഗ്രാമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ കാര്യവുമായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പെരിയാർ വാലിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സ്പേസുകളുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ ഒരു ഹാപ്പിനെസ് പാർക്ക് അല്ലെങ്കിൽ ഒന്ന് വൈകിട്ട് ഒത്തുചേരാനുള്ളൊരിടം, ചെറിയ ഒരു സൗന്ദര്യവൽക്കരണം എല്ലാം നടത്തി കഴിഞ്ഞാൽ അവിടെ കുറച്ച് ചെയറുകളും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്താൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള അവർക്ക് വന്നിരിക്കാൻ. ഞാനിപ്പോൾ രാവിലെ തന്നെ ഈ വോട്ടുമായി ബന്ധപ്പെട്ട് വീടുകൾ സന്ദർശിക്കുമ്പോൾ രാവിലെ നടക്കുന്ന ഒട്ടേറെ പേരുണ്ട്. ഈ നടന്നു കഴിഞ്ഞ് അവർക്കൊന്ന് സംസാരിക്കാൻ അവർ കനാൽ പാലങ്ങളിലാണ് ഇപ്പോൾ കൂടിയിരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിന് പകരം അവർക്ക് ആ നടപ്പെല്ലാം കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ഇരുന്നൊന്ന് സംസാരിച്ച് പോകാനുള്ള ഇടങ്ങൾ ഈ കനാൽ തീരങ്ങളുമായി ചേർന്ന് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ വലുതായിരിക്കും. അപ്പോൾ അതും നമ്മുടെ സ്വപ്നങ്ങളിലുള്ള ഒരു പദ്ധതികളാണ്. അങ്ങനെ എവിടെയെല്ലാം എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അത് സാധിപ്പിച്ചെടുക്കുകയും, പിന്നെ ഒരു ടീം വർക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മെമ്പറിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമല്ല, പകരം ഓരോ ഭാഗത്തു നിന്നും ഒരു നല്ലൊരു ടീമിനെ, അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരു ടീമിനെ സംഘടിപ്പിച്ചുകൊണ്ട് ആ ടീമായിട്ടാണ്, അതിപ്പോൾ നമുക്കറിയാം വാർഡ് വികസന സമിതി പോലുള്ള സമിതികളുണ്ട്. പക്ഷെ ആ സമിതികളെക്കാളും കുറച്ചുകൂടി മുന്നോട്ട് പോയിക്കൊണ്ട് ആ ഓരോ ഭാഗങ്ങളിൽ നിന്നും അത്യാവശ്യം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും കൂട്ടിക്കൊണ്ട് ഒരു ടീം വർക്ക് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ടീമിൻ്റെ ഒരു കാഴ്ചപ്പാടിലായിരിക്കും വാർഡിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ വാർഡിൽ കൊണ്ടുവരുന്നതിനെക്കുറിച്ചും ഒരുപാട് നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചും എല്ലാം നമ്മുടെ പ്രേക്ഷകരോട് സംസാരിച്ചല്ലോ. ഇനി എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട് പറയാനുള്ളതും എൻ്റെ ഗ്രാമത്തിലെ വോട്ടർമാരോട് പറയാനുള്ളതും 9-ാം തീയതി നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തീർച്ചയായും എനിക്ക് ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നോടൊപ്പം നിന്ന് എന്നെ വിജയിപ്പിക്കണമെന്നും, എൻ്റെ ഒപ്പം തന്നെ മത്സരിക്കുന്ന എൻ്റെ ജ്യേഷ്ഠന്മാരായ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന കീഴൻ ഡിവിഷൻ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന PT ജ്യോതിഷ് കുമാർ, അതുപോലെ NP അജയകുമാർ, ജില്ലാ പഞ്ചായത്തിലേക്ക് പുല്ലൂഴി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന NP അജയകുമാർ, അവരെ 2 ജ്യേഷ്ഠന്മാരെയും എന്നെയും വിജയിപ്പിച്ച് ഈ തുടർ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് അവസരം നൽകണമെന്ന് മാത്രമാണ് എൻ്റെ പ്രിയ നാട്ടുകാരോടും
അതുപോലെ പ്രേക്ഷകരോടും എനിക്ക് പറയുവാനുള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ദിവസങ്ങളിൽ വളരെ വിലപ്പെട്ട സമയമാണ്. എന്നാൽ പോലും നമ്മളോടൊപ്പം ഞാൻ സ്ഥാനാർത്ഥി എന്ന പ്രോഗ്രാമിൽ ചെലവഴിക്കാൻ വേണ്ടി എത്തി. രായമംഗലം പഞ്ചായത്തിലെ 9ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയായി കീഴളം വെസ്റ്റിൽ മത്സരിക്കുന്ന അനുരാഗ് MP ആണ് നമ്മളോടൊപ്പം ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവച്ചത്. ഏതായാലും നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ സ്ഥാനാർത്ഥി എന്ന പ്രോഗ്രാമിൽ എത്തിച്ചേർന്നതിലും ഈ ഒരു വിലപ്പെട്ട സമയം ചെലവഴിച്ചതിലും വളരെയധികം സന്തോഷം. എല്ലാവിധ വിജയാശംസകളും നേരുന്നു.